സഹായിക്കാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധാനത്ത് നമുക്കായിരിക്കാം. ഈ പകലിലും കർത്താവിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി ഞങ്ങളുടെ നടുവിലായിരിക്കാം. ദൈവം തരുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് വായിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ മീറ്റിംഗിലായിരിക്കാം. ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കന്യാശിയിൽ നിന്ന് കടന്നുപോയി മറ്റു പല 2-3 സ്ഥലങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രാർത്ഥനയിൽ ശുശ്രൂഷിക്കാനായിട്ട് ഈ അവസരങ്ങൾ തന്നു. കർത്താവിന്റെ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പകരപ്പെടുക. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. കണ്ണുകൾ നടച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കാരണം എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ പകൽക്കാലയിരുന്ന് കർത്താവ് പ്രാപിക്കേണ്ടുന്ന വിധത്തിൽ പ്രാപിപ്പാൻ കർത്താവിന്റെ ബലമുള്ള കരത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാം. പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് നാം വന്നിരിക്കുന്നു. നിശ്ചയമായും കഴിഞ്ഞ ദിവസം പ്രാപിക്കാത്ത ഒരു വലിയ ആത്മാവിന്റെ ചലനങ്ങൾ, ആഴങ്ങൾ നമ്മുടെ മേൽ ദൈവാത്മാവ് പകരുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുക്കത്തോടെ ഇരിക്കുന്നെങ്കിൽ ചെയ്യുവാൻ കർത്താവ് നമ്മുടെ നടുവിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ ദൈവവചന ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. നാം വേദനിക്കുമ്പോൾ, നാം ഭാരപ്പെടുമ്പോൾ നമ്മുടെ അരികിൽ വന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തിൽ നമുക്കറിയാം, കർത്താവ് കാൽവറി യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അടുത്ത 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പല സന്ദർഭങ്ങളിൽ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഓരോ പ്രത്യക്ഷതയിലും അവരുടെ നടുവിൽ വെളിപ്പെട്ട കർത്താവിന് അവരെ കുറിച്ച് ഒരാശയം ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വെറുതെ അല്ല അവരുടെ നടുവിൽ ഓരോ സമയത്ത് കർത്താവ് ഇറങ്ങി വന്നത്. എന്താണ് ഓരോ പ്രത്യക്ഷത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തത്? കർത്താവിന്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഇറങ്ങിയാൽ അതിനകത്തൊരു വലിയ വിടുതലാണ്. ലൂത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് ആഹാരം കൊടുത്തു. 1-ാം അധ്യായം ഒന്ന് വായിച്ചു വിടാമോ? ലൂത്ത് 1:6. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടു. മതി. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് എന്ത് കൊടുക്കുന്നു? ആഹാരം കൊടുക്കുന്നു. അങ്ങനെ ഇന്ന് പകൽക്കാലം നമ്മളെ സന്ദർശിക്കുന്ന കർത്താവ് നമുക്ക് എന്ത് ആവശ്യമോ അത് തരാൻ മതിയായി നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കാമോ? വെറുതെ ഇവിടെ വന്നിട്ടില്ല പ്രിയ പൈതലേ. നിനക്ക് വേണ്ടുന്ന ആഹാരം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന വിടുതൽ കുഞ്ഞെ തരുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ വിശപ്പ് കർത്താവിനറിയാം, നമ്മുടെ വാഞ്ച ദൈവത്തിനറിയാം, നമ്മുടെ ചോദ്യങ്ങൾ ദൈവത്തിനറിയാം, നമ്മുടെ ദാഹം ദൈവത്തിനറിയാം, എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നറിയാം. കാലം അവൻ സന്ദർശിച്ച് തന്റെ ജനത്തിന് ആഹാരം കൊടുത്തതുപോലെ വേണ്ടുന്ന സൗഖ്യം, ദൈവിക വിടുതലുകൾ, പുതിയ അഭിഷേകം, ആത്മാവിന്റെ പുതിയ തലങ്ങൾ, കുടുംബത്തിനകത്ത് വിടുതൽ, തലമുറയിൽ വിടുതൽ, കുടുംബ ജീവിതത്തിൽ വിടുതൽ. ഏത് മേഖലയിലാണ് ദൈവത്തിന്റെ ശക്തി ചലിക്കപ്പെടേണ്ടത്? അതിന്റെ പകൽക്കാലം ചലിക്കപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്നെ സന്ദർശിച്ചോ, എന്റെ സ്ഥിതി മാറത്തക്ക നിലവാരത്തിൽ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറത്തക്ക നിലവാരത്തിൽ, യെരൂശലേമിന്റെ സ്ഥിതി മാറത്തക്ക നിലവാരത്തിൽ യെരൂശലേമിനെ സന്ദർശിച്ചതുപോലെ എന്റെ കുടുംബത്തിൽ ഒന്ന് സന്ദർശിച്ച്, അല്ല എന്റെ ഭർത്താവിനെ ഒന്ന് സന്ദർശിച്ച്, അല്ല എന്റെ ഭാര്യ ഒന്ന് സന്ദർശിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സന്ദർശിച്ച് ഒരു വലിയ വിടുതൽ, ഒരു വലിയ മാറ്റം കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ വ്യാപരിക്കപ്പെടുക. അങ്ങയുടെ ശക്തമായ സന്ദർശനം അവന്റെ ജനങ്ങളുടെ പ്രകടനമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കാമോ?
നിന്റെ സാന്നിധ്യം പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിന്റെ 20-ാം അധ്യായം 19-ാമത്തെ വാക്യം തുടങ്ങി വായിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ദിവസം കല്ലറയ്ക്കൽ വന്ന അഞ്ചലക്കാരത്തിൽ മറിയ ചില സഹോദരിമാർ യേശു ഉയർത്തെഴുന്നേറ്റു പറഞ്ഞു. ആ സന്ദേശം കൈമാറുവാൻ ഒരു നിയോഗം മറിയയ്ക്ക് കൊടുക്കുന്നു. അവൾ അവിടെ നിന്ന് ഓടിപ്പോയി അപ്പോസ്തലന്മാരോട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. അവർ ഓടി വന്നു. യോഹന്നാനും അതുപോലെ തന്നെ പത്രോസും ഓടി വന്നു. അവർ കണ്ടു. പക്ഷെ കണ്ടിട്ട് അവരെന്ത് ചെയ്തു? തിരിച്ചുപോയി. അങ്ങനെ നേരം അന്ന് വൈകി. നേരം വൈകിയപ്പോൾ ഇവരെല്ലാവരും കൂടെ എവിടെ കൂടി? ഒരു വീട്ടിൽ, ഒരു മുറിയിൽ ഒന്നിച്ചു കൂടി ഇരിക്കുക. ആ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്റർ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നു. പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിക്കണം. ഇവരെല്ലാം വളരെ മാനസികമായി തകർന്നിരിക്കുകയാണ്. ഒരു വലിയ പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു രാജാവാകും, ഞങ്ങൾ അവനോട് ചേർന്ന് ഭരണം നടത്തും. ഒരു മന്ത്രി പദത്തിൽ കുറഞ്ഞതൊന്നും ഇവരെന്ത് ചെയ്തിരുന്നില്ല, സ്വപ്നം കണ്ടിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സ്വപ്ന കൊട്ടാരമെല്ലാം എന്ത് ചെയ്തു? തകർന്നിടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രാജാവാകുമെന്ന് പ്രതീക്ഷിച്ച ലീഡർ ക്രൂശിന്മേൽ തീർന്നു. പിന്നെ ഗ്രൂപ്പിന്റെ ട്രഷറർ തൂങ്ങിയും ചത്തു. നമ്മുടെ സമയം ഇനി മാനസികമായി വല്ലാതെ ഉടഞ്ഞ് ഭാരപ്പെട്ട് മുൻപോട്ടിനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത നിലവാരത്തിൽ, മാത്രമല്ല തലപൊക്കി ഇനിയും 4 പേരുടെ മുമ്പിൽ ഇനി എന്ത് ചെയ്യത്തില്ല, നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ആരോട് എന്നോ പറയും? പ്രതീക്ഷ മുഴുവൻ വെച്ചിരുന്ന ആരിലായിരുന്നു? യേശുവിലായിരുന്നു. എന്തെങ്കിലുമൊക്കെ കർത്താവ് അത്ഭുതം ചെയ്യും എന്നാ ഇവര് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ പ്രതീക്ഷിച്ച ഒന്നും ഇതുവരെ നടന്നില്ല എന്ന് ഇവർ ഇപ്പോഴും കരുതുന്നു. അങ്ങനെ ആ വൈകിട്ട് ഒരു മുറിക്കകത്ത് കൂടി. വാതില് പോലും തുറന്നിടാൻ ഇവർക്ക് പേടിയാ. യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഭാരത്തോടെ, വേദനയോടെ, പ്രശ്നത്തോടെ, ഒരു വ്യക്തിയെ പോലും തരണം ചെയ്യുവാൻ കഴിയാത്ത നിലവാരത്തിൽ, എല്ലാം പരാജയത്തിന്റെ നടുവിൽ ശിരസ്സുനിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഒരു മുറിക്കകത്ത് കൂടി ഇരിക്കുമ്പോൾ ആമേൻ കർത്താവ് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കാലം നല്ലൊരു വിരുന്നൊരുക്കി വിളിക്കുമ്പോൾ മാത്രം വീട്ടിൽ വരുന്നവനല്ല എന്റെ കർത്താവ്. എല്ലാം ഉടഞ്ഞ് തകർന്നിനി ഒരു മോമെന്റ് മുമ്പിലോട്ടില്ല എന്ന് ചിന്തിച്ച് സകലതും നിനക്ക് വിരോധമായി മാറുമ്പോൾ, സകലം നിനക്ക്
പ്രതികൂലമായി മാറുമ്പോൾ, സാഹചര്യങ്ങൾ, ലോക ചുറ്റുവട്ട്, വ്യാപിക്കുന്ന സമൂഹ, ഹല്ലേലൂയ, ഒരുപക്ഷെ മുൻകാല ജീവിതത്തിലെ സമൂഹങ്ങൾ ഒക്കെ വിരോധമായി മാറുമ്പോൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. വേദന അറിഞ്ഞ്, ഭാരം അറിഞ്ഞ്, നമ്പരം അറിഞ്ഞ് നീ ആയിരിക്കുന്ന ഇടത്തേക്ക് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നു, ഇവിടേക്ക് ആരും വരരുത്, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നാരും അറിയരുത്, ഒറ്റ യഹൂദന്മാർ പോലും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന അറിയരുത് എന്നാഗ്രഹിക്കുമ്പോൾ നീ എവിടെ ഇരിക്കുന്ന അറിയാവുന്ന കർത്താവ്, മാനസിക സ്ഥിതി അറിയാവുന്ന ദൈവം, അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നത്. ഇന്ന് പകൽക്കാലം അവന്റെ സാന്നിധ്യം, അവന്റെ പ്രത്യക്ഷത, അവന്റെ ശബ്ദം, അവന്റെ വചന, അവന്റെ ആത്മാവ് നാട്ടിൽ ഇറങ്ങി നിന്ന് വ്യാപരിക്കപ്പെട്ട പറയാനുള്ളത്, നിങ്ങൾക്ക് സമാധാനം, ചോദ്യമായിരിക്കുന്ന ചിലരോട്, ഭാരത്തിരിക്കുന്ന ചിലരോട്, ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധിയാന്ന് പറയുന്നു, നിനക്ക് സമാധാനം, നിനക്ക് സമാധാനം. മനസ്സ് തകർന്ന് കലങ്ങിയിരിക്കുന്ന, മുൻപോട്ട് ഇനി ഒന്നുമില്ലെന്ന് ചിന്തിക്കുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയണം, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് നമ്മോടൊരു വാക്ക് കൽപ്പിച്ച അതിനകത്ത് ദൈവത്തിന്റെ വിടുതൽ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതിനകത്ത് ആമേൻ ദൈവിക വിടുതൽ ചലിക്കപ്പെടുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആമേൻ ഹല്ലേലൂയ. നാളുകളായി ആമേൻ ഹന്ന ദേവാലയത്തിൽ വന്ന് ആമേൻ ഹൃദയം പകർന്ന് കരയാറുണ്ട്. മനോവ്യസനത്തോടെ ഒരിക്കൽ വന്ന് ആമേൻ അവളെ നോക്കി ഏലി ഇങ്ങനെ പറഞ്ഞു, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ആ വാക്കിനകത്ത് അവർക്ക് വേണ്ടുന്ന വിടുതലുണ്ടായിരുന്നു. ആ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ വചനത്തിനകത്ത് നാളുകളായി അടയപ്പെട്ടത് തുറക്കപ്പെട്ടു. പകൽക്കാലം അതുകൊണ്ട് ആമേ ചില വിഷയങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധിയാന്ന് പറയുന്നു, നിനക്ക് സമാധാനം. എന്തിനെ ഓർത്ത് നീ വ്യസനിക്കുന്നുവോ, എന്തിനെ ഓർത്ത് നീ വ്യാകുലപ്പെടുന്നുവോ, നിന്റെ ജോലി ഓർത്ത്, നിന്റെ ആരോഗ്യസ്ഥിതി ഓർത്ത്, നിന്റെ നാളുകളെ ഓർത്ത്, നിന്റെ ഭവനത്തെ ഓർത്ത്, നിങ്ങളുടെ കോളിങ്ങിനെ ഓർത്ത്, ഹല്ലേലൂയ ഹല്ലേലൂയ, വെളിപ്പെട്ടു വരുന്ന നന്മകളെ ഓർത്ത് ഹൃദയങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ഈ പകൽക്കാലം വിളിച്ചു പറയുന്നു, ശിഷ്യന്മാരെ നോക്കിയ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അനുഭവിച്ച വിഷയത്തിന് മുമ്പിൽ സകല സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. അടുത്ത കാലത്തിന് സമാധാനം കാണാൻ ഒരു മാർഗവും മുമ്പിലില്ല. അവരുടെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. പകൽക്കാലം സമാധാനത്തിന്റെ ദൈവം ചില വ്യക്തികളെ തൊടുകയാണ്, അവരെ കരം നീട്ടി തൊടുകയാണ്. ഭാരപ്പെടുന്ന വിഷയത്തെ തന്നെ കർത്താവ് സമാധാനം അയക്കുകയാണ്. ഭവനത്തിന്റെ വിഷയമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, വീസയുടെ വിഷയമാകട്ടെ, ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. ആ വിഷയത്തിന്റെ മെസ്സാണ്, ആ വിഷയത്തിന്റെ മെസ്സാണ്, ആ വിഷയത്തിന്റെ മെസ്സാണ്.
സാത്താൻ നിങ്ങളുടെ കാൽക്കീഴാക്കി കളയും. നിങ്ങളുടെ വിഷയത്തിന് മേൽ നിങ്ങളൊരു സ്വസ്ഥതയും സമാധാനവും പ്രാപിക്കരുത് എന്ന് വാദിക്കുന്ന അന്ധകാര പൈശാചിക തലങ്ങളെ ഇന്ന് പകൽക്കാലം നമ്മുടെ കാൽക്കീഴാക്കി തരുന്ന ശക്തിയുടെ വ്യാപാരത്തിനാണ്. സമാധാനം കർത്താവരോട് വീണ്ടും സംസാരിക്കുക. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കൈ അവരെ കാണിച്ചു, വിലാപ്പുറം അവരെ കാണിച്ചു. 2-3 ദിവസം മുമ്പ് ആ പച്ച മാംസത്തിലേക്ക്, അസ്ഥിയിലേക്ക് നീളമുള്ള ആണി അടിച്ചു കയറ്റുമ്പോ എല്ലാ കിരീര പൊടിയുന്നത് അതിന്റെ ശബ്ദം അവർ ദൂരെ നിന്ന് കേട്ടതാ. സ്തോത്രം, സ്തോത്രം. വിലാപ്പുറത്തേക്ക് നോക്കിയാൽ ഉഴവുചാല് പോലെ കീറി മാത്രമല്ല കിടക്കുന്നത്. ഒരു പടയാളി ഏറ്റവും അവസാനം ഒരു കൊന്തമെടുത്ത് ഒരൊറ്റ കുത്ത് ആ വിലാപ്പുറത്തോട്ട് കുത്തിയപ്പോ വാ വിളർക്കുന്നത് പോലെ മാംസം പിളർന്ന് നിൽക്കുന്നത് അവര് കണ്ടതാ. ഇന്നലകളിൽ അത് കണ്ടവർക്ക് ഇന്ന് യേശുവിന്റെ കരം കാണുമ്പോ ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. വിലാപ്പുറം കാണിക്കുമ്പോഴും കൈ കാണിക്കുമ്പോഴും അവിടെ ഒരു പാട് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഇന്നലകളിൽ ആ സംഭവം കണ്ടവർ അതുകൊണ്ടെല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ ഭയാനക വിഷയത്തിന്റെ ഒരു ഓർമ്മ നിലനിൽക്കേണ്ടതിന് ഒരു പാട് മാത്രം അവശേഷിപ്പിച്ച് ഇതാ എന്റെ കൈ കാണും. ചില വിഷയങ്ങളൊക്കെ ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എല്ലാം തകർന്നു ഉടഞ്ഞു തീർന്നെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പാട് മാത്രം അവശേഷിപ്പിച്ച് അതിനെ പുനർജീവിപ്പിക്കുന്ന ശക്തിയുടെ വ്യാപാരം തിരിച്ചറിയണം. എന്തിനാ ഈ പാട്? ഈ പാട് അവിടെ അവശേഷിക്കണം. പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്, കുത്തിയവെങ്കിലേക്ക് ഇനി ഒരു ജനത നോക്കും. കുത്തിയവരുടെ പിൻതലമുറ അവനെ നോക്കുമ്പോൾ ആ പാട് അവര് കാണും. ഇവരടയാളമാണ്, ഇവരടയാളമാണ്. ചില പാടുകൾ പോലെ ഓർത്തിരിക്കത്തക്ക നിലവാരത്തിൽ ചിലത് മനസ്സിലും ചിന്താമണ്ഡലങ്ങളിലും അവശേഷിക്കുന്നെങ്കിൽ പിശാചിന്റെ പദ്ധതി അതല്ലായിരുന്നു. അതിനപ്പുറത്ത് തകർത്ത് കളയുക അവൻ പദ്ധതി ഒരുക്കി. ആമേൻ. അതിന്റെ കണികളെ ദൈവത്തിലെ നിനക്ക് വേണ്ടി മെനഞ്ഞ സ്ഥാനത്താണ് ഒരു പാട് മാത്രം അവശേഷിക്കപ്പെട്ട് എന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്.
ദൈവത്തോട് യാബോക്കിന്റെ തീരത്ത് മല്ല് പിടിച്ചവന് അവിടെ വെച്ചൊരു പാട് കിട്ടി. സ്തോത്രം. അവന്റെ തൊടയുടെ തടം ഉളുക്കിപ്പോയി. അന്ന് തുടങ്ങി നടക്കാൻ ഒരു വടിയുടെ സഹായം ആർക്ക് വേണം? യാക്കോബിന് വേണം. വടിയൂന്നി നടക്കുമ്പോഴെല്ലാം യാക്കോബ് ഓർക്കും, ഈ വടി എന്നെ എടുപ്പിക്കുവാൻ എന്റെ തുടയുടെ തടം തൊട്ടത് കൊണ്ടാണ് എന്റെ ദൈവത്തെ ഒന്നുപോലും ആഴമായി അറിയുവാൻ എന്നെ പിടിച്ചൊതുക്കിയില്ലായിരുന്നെങ്കിൽ എന്റെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ഞാൻ ഓടുമായിരുന്നു, എന്റെ ഹിതപ്രകാരം മുൻപോട്ട് നീങ്ങുമായിരുന്നു. തൊട്ട് ഒരു പാട് അവശേഷിക്കുന്നത് പോലെ, ന്യൂനത വരുന്നത് പോലെ, ഒരു വടിയുടെ സഹായം എനിക്ക് ആവശ്യമായി വരുന്നത് പോലെ എന്നെ ഒതുക്കിയ ദൈവമേ, എന്നെ ഒതുക്കിയത് കൊണ്ടാണ് എന്റെ കാര്യങ്ങളിൽ ഞാൻ പ്രയോജനപ്പെടുക. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ശിഷ്യങ്ങളുടെ നടുവിൽ പേടിച്ച് ഭയപ്പെട്ടിരിക്കുമ്പോൾ അവന് സാന്നിധ്യം, അവൻ തരുന്ന ഒരു നിയോഗം, അവൻ തരുന്ന ഒരു വചനം, അവൻ തരുന്ന ഒരു ദർശനം നമുക്ക് വിടുതലാണ്. എത്ര അനുഭവിച്ചിട്ടുണ്ട്? കഷ്ടതയുടെ നടുവില്, വേദനയുടെ നടുവില്, നടുവില് നമുക്ക് തരുന്ന ഒരു വചനം, നമുക്ക് തരുന്ന ഒരു സ്വപ്നം, നമുക്ക് തരുന്നൊരു ദർശനം, നമുക്ക് തരുന്നൊരു വാക്യം ജീവിതത്തിൽ വിടുതലായി തരണം. യേശുവിന്റെ അധികാരമുള്ള യേശുവിനെ കണ്ടിട്ട് അവരെന്ത് ചെയ്തു? സന്തോഷിച്ചു. ലോകത്തെ സന്തോഷിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം. ആമേൻ. നല്ല വീടിനെ നോക്കി സന്തോഷിക്കാൻ ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. സമ്പത്തിനെ നോക്കി നമുക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അവരെ നോക്കി സന്തോഷിക്കാൻ ഒന്നുമില്ല. നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആമേൻ അതിലും സന്തോഷിക്കാൻ ഒന്നുമില്ല. നല്ലൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതിലും സന്തോഷിക്കാൻ ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം സന്തോഷിക്കാൻ വകയുള്ളത് ദൈവത്തിൽ മാത്രമാണ്, കർത്താവിൽ മാത്രമാണ്. അതുകൊണ്ട് കർത്താവിൽ നാം സന്തോഷിക്കുന്നവരായി തീരുമെങ്കിൽ, അതുകൊണ്ട് പൗലോസ് കർത്താവിൽ പിന്നെയും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ സന്തോഷമേ നിലനിൽക്കത്തുള്ളൂ. ലോകത്തിലെ സന്തോഷം മുഴുവൻ ബലൂണിന്റെ കാറ്റ് പോകുന്ന പോലെ എന്ത് ചെയ്യും? അങ്ങനെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ കർത്താവ് നമ്മുടെ അകത്തൊരു സന്തോഷം ഇട്ടാൽ, അകത്തൊരു കൃപയിട്ടാൽ അത് നിലനിൽക്കേണ്ട സന്തോഷമാണ്. കർത്താവിനെ കണ്ടിട്ട് അവരെന്ത് ചെയ്തു? സന്തോഷിച്ചു. ദൈവസാന്നിധ്യം നമ്മുടെ എല്ലാ വേദനകളെ അകറ്റുന്നതാണ്. ദൈവസാന്നിധ്യം നമ്മുടെ എല്ലാ നമ്പരങ്ങളെ അകറ്റുന്നതാണ്. ഒരു സമയത്ത് ഞാൻ ഒത്തിരി ഭാരത്തോടെ വേദനയോടെ കടന്നു പോകുന്ന ചില ദിവസങ്ങൾ, ശാരീരികമായി വളരെ സൗഖ്യമില്ല. ഒരു മീറ്റിങ്ങിന് കടന്നു പോകണം. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റു, കുറെ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞ് ഇനി ഒരു 6 മണിയാകുമ്പോൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ ഒരു കൊച്ചുറക്കം കയറി വരുമ്പോൾ അതിൽ ഒരു വിഷൻ എന്നെ ഇങ്ങനെ കാണിച്ചു. സ്തോത്രം. ഞാൻ ഒരു വലിയ 100 നിലയുള്ള ഒരു ഫ്ലാറ്റ് മുകളിൽ, ഞാനായിരിക്കുന്ന റൂമിന് അല്ലെങ്കിൽ ആ ഫ്ലാറ്റിന് മുകളിൽ ഒറ്റ ഫ്ലാറ്റ് ഉള്ളൂ. 100 നിലയുള്ള ഭയങ്കര ഹൈറ്റുള്ള ഒരു ഫ്ലാറ്റാണ്. ഞാൻ ആ ഫ്ലാറ്റിലിരിക്കുമ്പോൾ ഈ വലിയ ബിൽഡിംഗ് കാറ്റിൽ ഇങ്ങനെ തുടങ്ങി. കാറ്റിൽ ഇങ്ങനെ ആടുകയാണ്. ഞാൻ നിശ്ചയിച്ചു നമ്മുടെ കഥ ഇവിടെ കൊണ്ട് തീർന്നു. ഈ കാറ്റിൽ ഇത് ഉടനെ താഴെ വീഴും. ആ വീഴ്ച ഭയാനകമായിരിക്കും. പിന്നെ ഒരിക്കലും എഴുന്നേക്കില്ല, രക്ഷപ്പെടില്ല. ഇതോടുകൂടി മരണം സംഭവിക്കാൻ പോകുകയാണ്. എന്നെ ആ വല്ലാതെ
ആട്ടം കൂടി വരുന്നു. എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ആമേൻ, സ്തോത്രം. ജീവൻ നഷ്ടപ്പെടുമല്ലോ എന്ന് വല്ലാതെ ഞാൻ ഭയപ്പെടുമ്പോൾ ഒരാൾ മന്ദഹസിച്ചുകൊണ്ട് എന്റെ അരിയിലേക്ക് ഇറങ്ങി വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ അരിയിൽ നിൽക്കുക. ഞാൻ നോക്കുന്ന ഇയാള് ഇത്രയും വീടാടുമ്പോൾ ഇങ്ങാരെന്ത് ചെയ്യാ? പുള്ളിക്ക് ഒരു വിഷയവുമില്ല. അദ്ദേഹം ചിരിച്ചോണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നു. ആമേൻ. എന്നോട് ചോദിക്കുന്നു, നീ ഈ ആട്ടം കൊണ്ട് ഭയപ്പെടുകയാണോ? നീ ഇങ്ങനെ ഇത് കുലുങ്ങുന്നത് കൊണ്ട് നീ ഭാരപ്പെടുകയാണോ? എന്താ പറയാ, ഇതിന് മുകളിൽ ഒറ്റ നിലയുടെ ഉള്ളൂ. ആ നിലയിലാണ് ഞാന് താമസിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇതിങ്ങനല്ല, ഇതിനേക്കാൾ ശക്തമായിട്ടാണ്. പക്ഷെ ആടിയാൽ ഇതിനൊന്നിനും പറ്റാത്ത നിലയിലാണ് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആടാൻ പറ്റുന്ന നിലയിലാണ് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉറപ്പിന് വേണ്ടിയാ ഏറ്റവും മുകളിൽ തന്നെ ഞാന്. ഇത്ര കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കാറ്റും ഈ കോളും ഒന്നും എന്നെ തൊടത്തില്ല. അവൻ എന്റെ മുകളിൽ ഇത് ഡിസൈൻ ചെയ്തവനുണ്ട്. അതുകൊണ്ട് നീ ഒന്നും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ആ ഒരു വിഷൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ചാടി എഴുന്നേറ്റ് ശരീരം മുഴുവൻ ഫ്രീ ആയി. എല്ലാ വ്യഥകളും മാറി. എന്റെ മനസ്സ് ഫ്രീ ആയി. ഞാൻ വീണ്ടും ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാം ഭയപ്പെടുമ്പോൾ, നാം പേടിക്കുമ്പോൾ, നാം വല്ലാത്ത അനുഭവങ്ങൾ അകപ്പെടുമ്പോൾ അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്നു. ആമേൻ. വിലാപ്പുറം കാണിച്ചു. ആമേൻ, സ്തോത്രം. അവനെ കണ്ടിട്ട് അവർ എന്ത് ചെയ്തു? സന്തോഷിച്ചു. മാത്രമല്ല യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എപ്പോഴത് കേൾക്കുന്നേ? പേടിച്ച് ഇനിയൊരു ആയുസില്ല, ഇനിയൊരു ശുശ്രൂഷയില്ല, ഇനിയൊരു ജീവിതമില്ല, പുറത്തിറങ്ങി 4 പേര് കാണുക നടക്കാൻ പറ്റില്ല എന്ന് ഭയപ്പെട്ട് അകത്ത് വാതിലടച്ച് പേടിച്ചിരിക്കുമ്പോ ഒരു ദൂത് പറയുകയാണ് കർത്താവ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ. പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പേടിച്ച് അകത്ത് വാതിൽ അടച്ചിരിക്കുന്ന ഈ ബൗണ്ടറിക്കകത്ത് ഒതുങ്ങാനുള്ളവരല്ല നിങ്ങൾ. എന്തു നിങ്ങൾ ഭയപ്പെടുന്നുവോ അതിനെ ഞാൻ പൊളിക്കാനായിട്ട് പോകുകയാണ്. ആരെ നിങ്ങൾ ഭയപ്പെടുന്നുവോ അവരുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഒരു അധികാരം ഞാൻ തരാനായിട്ട് പോകുകയാണ്. ഇന്ന് നിങ്ങളായിരിക്കുന്ന 4 ഭിത്തി കൊണ്ട് നിങ്ങളുടെ ചരിത്രം തീരാ ഞാൻ അനുവദിക്കത്തില്ല. പിതാവ് എന്നെ അയച്ചതുപോലെ ലോകത്തിന്റെ 5 വൻകരകളിലേക്ക്, ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്ക് മുറിക്കകത്തിരിക്കുന്നത് ദൈവത്തിന് ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് അയച്ച് അവന്റെ ശബ്ദമായി മാറുക, അസാധാരണ ലെവലിൽ നിൽക്കുക, അവൻ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരെ ദൈവം കണ്ട ചെറുതാണ്. തിരിച്ചറിയണം, ഭയപ്പെട്ട് ഒതുങ്ങിയിരിക്കുന്ന ഈ മുറി കൊണ്ട് ഒതുങ്ങാൻ ഈ ദിവസങ്ങളിൽ ഞാൻ
ആയിരിക്കുന്ന സാഹചര്യം കൊണ്ട് ഒതുങ്ങാം. ഈ ദിവസങ്ങളിൽ ഞാൻ ആയിരിക്കുന്ന ആത്മീയ ലെവൽ കൊണ്ട് ഒതുങ്ങാം. അവൻ ഒരു മുറിക്കകത്തുന്ന പോലെ അവൻ സ്വത്ര എന്റെ കൃഷിയിൽ ഒതുങ്ങാം. ദൈവം അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ ഇന്ന് അകത്ത് ഒതുങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരോട് പറയാണ്, ഒതുങ്ങാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല. ഞാൻ ശക്തിയോടെ എന്ത് ചെയ്യും, ശുശ്രൂഷയ്ക്ക് ശക്തിയോടെ ചിലരെ എഴുന്നേൽപ്പിക്കാം. അതിന്റെ ആദ്യ കളരികൾ, അതിന്റെ ആദ്യ പാഠങ്ങൾ, അതിന്റെ ആദ്യ കാലങ്ങൾ എന്ന പോലെ ഈ ദൈവസഭയ്ക്കകത്ത് നിന്നെ ഇരുത്തി, ഈ ദൈവസഭയ്ക്കകത്ത് നിന്നെ ആത്മീകമായി വളർത്തി, ഇതിനകത്ത് നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ച് ഇതിനകത്ത് നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യത്തക്ക ദൈവദാസരോട് ചേർന്ന് നിന്ന് അവരെ കരം താങ്ങിക്കൊണ്ട് ആ തലത്തിലേക്ക് വളർന്നു വരത്തക്ക നിലവാരത്തിൽ ദൈവം കണ്ട കുടുംബങ്ങൾ, ദൈവം കണ്ട വ്യക്തികൾ, ദൈവം കണ്ട ദേവദാസന്മാർ ഇതിനകത്തുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയാവാതെ ഏലിയാവിനോട് കർത്താവ് അരുളപ്പാട് കൊടുത്തു. ശഫാത്തിന്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് എന്ത് ചെയ്യണം, അഭിഷേകം ചെയ്യണം. ഏലിയാവ് അങ്ങനെ ദൈവം പറഞ്ഞ നിയോഗം അനുസരിച്ച് ഏലീശയെ തപ്പി ചെല്ലുമ്പോ എവിടെയാ, വയലിൽ 12 ഏർ കാളയെ പൂട്ടിക്കൊണ്ട് 12ാമനായി കലപ്പ പിടിക്കുന്നത് ഈ എലീശയായിരുന്നു. ആ വയലിലേക്ക് ഏലിയാവ് എന്ത് ചെയ്തു, ഇറങ്ങി ചെന്നു. ഒരുവനെ രക്ഷപ്പെടുത്തുവാൻ കുഴഞ്ഞ ചേർ ഏലീശയ്ക്ക് ഒരു വിഷയമല്ല, കാലെ പറ്റുന്ന മണ്ണ് വിഷയമല്ല. ദൈവം തന്ന നിയോഗത്തിനൊത്തവണ്ണം ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ എന്തിട്ടെന്നറിയാമോ, പുതപ്പിട്ടു. പുതപ്പിട്ട് ഏലിയാവ് തിരിച്ചു നടന്നു. തിരിച്ചു നടക്കുമ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന്. പുതപ്പ് വീണപ്പോഴെ അകത്തൊരു വാഞ്ച, ഇനി ഈ വയലിൽ നിൽക്കാനുള്ളവരല്ലേ, മറ്റൊരു വയലിലേക്ക് മാറാനുള്ള വിളി. ഓ ജയം! ഭൗതിക നന്മയുടെ വയലിൽ മാത്രം ഒതുങ്ങാനുള്ളവരല്ല, അതൊക്കെ വാങ്ങിച്ച് വേഗം നിന്റെ പിന്നാലെ ഒരു ചില വാക്കിലായിരിക്കും വാക്കിനോട് കിടക്കുന്നെങ്കിലും നമുക്കറിയാം. ഏലീശ വീട്ടിൽ ചെന്നു, കലപ്പ എന്ത് ചെയ്തു, ഉടച്ചു. ഒരു വലിയ വിരുന്ന് എന്ത് ചെയ്തു, ഒരുക്കി. യാത്ര പറഞ്ഞ് ഏലിയാവിന്റെ പിന്നാലെ എന്ത് ചെയ്തു, തിരിച്ചു. ഏലിയാവിനെ കുറിച്ച് തിസ്പ്യനായ ഏലിയാവ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഏലീശയുടെ പശ്ചാത്തലം അങ്ങനെയല്ല. നല്ല ഒരു സമ്പത്തിന്റെ ഉടമയാണ് ആര്, കുടുംബമായിട്ട് ചില പണമൊക്കെ ഉള്ളവരാണ് ഏലീശ. 12 ഏർ കാളെ നിർത്തി പൂട്ടാൻ തക്കവണ്ണം വസ്തുവകകൾ അവർക്കുണ്ട്. ഈ 12 പേർക്ക് കൂലി കൊടുക്കാനും ഈ 24 കാളെ പുലർത്താനും ഇതുപോലുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഉള്ള ഒരാളാണ് ആര്, ഏലീശ.
അവന്റെ മേലാണ് ഒരു പുതപ്പ് വീണത്. Praise the Lord. Praise the Lord. Praise the Lord. ഏലിയാവിനെ അനുഗമിക്കാൻ തുടങ്ങി. പുറത്തു വരുമ്പോൾ ഒരു ശുശ്രൂഷയായിരുന്നു ദർശനം. പക്ഷെ ഒരു കാലം കൈക്ക് വെള്ളം ഒഴിച്ചോണ്ട് നിൽക്കേണ്ടി വന്നു. കുഞ്ഞെ, അത് നിന്റെ ട്രെയിനിങ് പീരീഡാണ്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും നിനക്കൊരു സമയമുണ്ട്. ഞാൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാൻ തയ്യാറായ എന്തിന് നിന്റെ മേൽ ഒരു പുതപ്പിട്ടോ, എന്തിന് നിന്നെ പേരിൽ പുറത്തു കൊണ്ടുവന്നോ, എന്തിന് നിന്നെ കണ്ടോ, ആമേൻ. സ്വർഗത്തിലെ ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുവരെ ഇന്ന് ഏലിയാവിന് കീഴടങ്ങിയിരുന്ന് ദൈവത്തിന്റെ പ്രമാണങ്ങളെ പഠിക്കണം, ശുശ്രൂഷ പഠിക്കണം, ആമേൻ. എന്റെ നിയോഗങ്ങൾ പഠിക്കണം. ഇത് പഠിക്കാൻ ഏലിശയെ നിന്റെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ കാലം പ്രാർത്ഥനയോടെ താണിരിക്കാൻ തയ്യാറായാൽ മറ്റ് ശിഷ്യന്മാർ കാണാത്ത ഒന്ന് നിന്റെ മേലേക്ക് വെളിപ്പെടാനായിട്ട് പോവുകയാണ്. പണമുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടും എനിക്ക് കൈക്ക് വെള്ളം ഒഴിക്കുന്ന ജോലിയാണോ? സ്തോത്രം. തമിഴ് എന്ന ഏലിശ എന്ത് ചെയ്തില്ല? ബഥേലിലും ഗിൽഗാലിലും കർമ്മേലിലും എല്ലാം എന്തോ ഉണ്ടെന്ന് അറിയാമോ? പ്രസ്ഥാനമുണ്ട് അല്ലെ? പ്രവാചക ശിഷ്യന്മാരെ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ട്രെയിനിങ് സെന്ററുകൾ അക്കാലത്ത് ആർക്കുണ്ടായിരുന്നു? ഏലിയാവിനുണ്ടായിരുന്നു. ഇത്രയും പണമുള്ള ഒരു കൊച്ചനെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിറങ്ങിക്കൊണ്ട് വരുമ്പോ കുറഞ്ഞ പക്ഷം ഒരു പ്രസ്ഥാനത്തിന്റെയെങ്കിലും ചുമതല ഏലിയാവിനതൊന്നും അല്ല വിഷയം. എന്നെ വിളിച്ചെടുത്ത പുറത്തു കൊണ്ടുവന്നത് എന്താഗ്രഹിക്കുന്നുവോ അത് മാത്രം. ഈ തലമുറയിൽ കർത്താവ് എന്നെ വിളിച്ചതിനെ പുറത്തു കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒന്നിനു വേണ്ടി ഞാൻ തിടുക്കപ്പെടേണ്ട കാര്യമില്ല. എന്റെ പേര് ചൊല്ലി പുറത്തു കൊണ്ടുവന്ന ദൈവം എന്റെ സമയമാകുമ്പോ എന്റെ മേൽ വെളിപ്പെടുവരുന്നു. ദൈവ പ്രവർത്തികളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഏലിയാവിന് കീഴ്പ്പെട്ടിരുന്നു. ചില കാലം കഴിഞ്ഞു. ഏലിയാവിന്റെ ശുശ്രൂഷ കാലഘട്ടം തീരാറായപ്പോൾ ഏലിയാവിനെ ചില മണ്ഡലങ്ങളിലേക്ക് അയച്ചു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പ്രധാനം പോകാൻ തോന്നുന്നു. എടുക്കാമോ? ആമേൻ. ഹല്ലേലൂയ. ഏലിയാവ് എങ്ങോട്ട് പുറപ്പെട്ടു? ഗിൽഗാലിൽ നിന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു. ഇപ്പൊ എവിടെയാണ് ഏലിയാവിനോടൊപ്പം ഏലിശ ആയിരിക്കുന്നത്? ഗിൽഗാലിൽ. പ്രൈസ് ദി ലോർഡ്. ചില ഗിൽഗാലിൽ ആമേൻ നീ ഏലിയാവിനോടൊപ്പം എന്ത് ചെയ്യാൻ തയ്യാറാകണം? ചേർന്നിരിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഗിൽഗാൽ നമുക്കറിയാം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വാഗ്ദത്തത്തിലേക്ക് പ്രയാണം ചെയ്ത് വന്ന് കനാനിന്റെ എൻട്രൻസ് കയറിയ ഇടമാണ് ഏത്? ഗിൽഗാൽ. ഗിൽഗാലിൽ നിന്നാണ് അവർ എന്ത് ചെയ്തത്? വാഗ്ദത്തത്തിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ എന്താ ഈ നിന്ന് ഉരുട്ടുക എന്ന് പറഞ്ഞ? നിന്ന് ഉരുട്ടുക എന്ന് പറഞ്ഞ എന്താ ഗിൽഗാലിൽ നടന്നത്? നമുക്കറിയാം അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ വരുമ്പോ ഇവര് പറഞ്ഞ ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം കിട്ടാൻ പോകുക. എഴുത്ത് പ്രായപ്പാൻ പോകുക. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകുക. വലിയ അനുഗ്രഹത്തിലേക്ക് പോകുകയാണെന്നും പറഞ്ഞാണ് ടാറ്റ പറഞ്ഞ് മിസ്രൈമിൽ എന്ത് ചെയ്തത്? വിട്ടത്. പക്ഷെ പ്രതീക്ഷിച്ച പോലൊന്നും കാര്യം നടന്ന്
ഇല്ല. ഇപ്പൊ 40 കൊല്ലമായി സ്തോത്രം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും പ്രാപിക്കാതെ ഉഴന്ന് നടക്കുക. സ്തോത്രം. മൊബൈലൊന്നും ഇല്ലല്ലോ, ഉണ്ടെന്ന് വിചാരിച്ചു. മരുഭൂമിയിൽ അങ്ങോട്ടൊന്ന് വിളിക്കും. പഴയ മിസ്രൈമിലെ ത്രേസ്യാമ്മ സ്നേഹിതയെ തിരിച്ചൊരു ചോദ്യം, എന്താ വായടി പാലും തേനും ഒഴുകുന്നത് എന്നും പറഞ്ഞ് ഇറങ്ങിട്ട് 40 കൊല്ലമായി, വല്ലതും കിട്ടിയോ? അന്നേ പറഞ്ഞതല്ലേ ഇവിടുന്ന് പോകരുതെന്ന്. ആമീൻ. അനുസരണക്കേടിന്റെ ഫലം അനുഭവിച്ചു. ഇങ്ങനെ മിസ്രൈമിൽ നിന്നോ വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യവും നിന്നേ വന്നോണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, അവനൊരു തലത്തിലേക്ക് നീ ഉയർന്നു വരുന്നതിന് മുമ്പ് ചില നിന്നയുടെ ചോദ്യം ചെയ്യപ്പെടന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയെന്ന് വരാം. ആ സമയം നീ ഏലിയാവിനോട് ചേർന്നിരുന്നോ? ആലോചനകളും നിനക്ക് വേണ്ടുന്ന ഗൈഡൻസുകളും നിനക്ക് വേണ്ടുന്ന ബോധങ്ങളും നിനക്ക് വേണ്ട അരുളപ്പാടുകളും അങ്ങനെ 40 വർഷം നിന്ന പറഞ്ഞ് പരിഹാസം പറഞ്ഞ് അവന് ജനത്തെ അധിക്ഷേപിച്ച ജനത്തിനു വേണ്ടി അവന് വാഗ്ദത്തത്തിന്റെ വാതിൽ തുറന്ന ഇടമാണ് ഏത്? ഗിൽഗാൽ എന്ന് പറയുന്നത്. അവൻ അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെതായ വേദനയുടെയും ഭാരത്തിന്റെയും ഒക്കെ നടുവില് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന്, കൈത്താങ്ങൽ തരുന്നവരോട് ചേർന്ന്, ഉപവസിക്കുന്നവരോട് ചേർന്ന്, വളർത്തുവാൻ ആഗ്രഹിക്കുന്നവരോട് ചേർന്ന് ദൈവസഭയിൽ ചേർന്നിരിക്കാൻ തയ്യാറായ അടുത്തൊരു ലെവലിലേക്ക് ദൈവത്തിന്റെ സമയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വിശ്വസ്തരായ ദൈവം മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യുക? പുറപ്പെട്ടു. എലീശയോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു സ്ഥലമാണ് ബഥേൽ. എന്താ ബഥേലിന്റെ അർത്ഥം? അപ്പത്തിന്റെ ഭവനം. ഒരു സമൃദ്ധിയുടെ അനുഭവം, അവൻ വേണ്ടുവോളം ഭക്ഷിക്കാൻ കിട്ടുന്ന അനുഭവം. അതെ, പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവത്തിലും നീ പ്രാർത്ഥിക്കുന്നവരോട് ചേർന്നിരുന്ന ബഥേലിൽ പുഷ്ടി പ്രാപിച്ചോണം. അപ്പത്തിന്റെ ഭവനമാണ്. അത് പ്രാപിക്കുവാൻ എലീശ ഏലിയാവോട് ചേർന്ന് നടന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് എലീശ അവനോട് യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ലാസ്റ്റ് മെസ്സേജ് കൊടുക്കാൻ യഹോവയായ ദൈവം ഏലിയാവിനെ പലയിടത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഏലിയ പറയും, നീ ഇവിടെ പാർത്തു, ഇതിന്റെ ചുമതലയൊക്കെ ആയിട്ട് ഈ കാര്യമൊക്കെ നോക്കി നീ ഇവിടെ നിന്നോ എന്നൊരു പക്ഷെ ഏലിയാവ് എന്ത് ഇതാണ് പറയുമ്പോഴും ഏലീശ എന്താ പറയുന്നേ? ജീവനാണ് നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇവിടുത്തെ കാര്യം നല്ല വിഷയം. എന്റെ ഉള്ളിൽ അന്ന് തുടങ്ങി കിടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ഒരു അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്ക്, ഒരു ശുശ്രൂഷയുടെ പകർച്ച, അങ്ങയുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു പുതിയ ആകെ പ്രാപിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് പ്രാപിക്കുന്നത് വരെയും ഞാൻ അങ്ങേ വിടുകയില്ല. അതുകൊണ്ട് ബഥേലിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് നീങ്ങുമ്പോഴും ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളുന്നു എന്ന് പറഞ്ഞ് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. എന്തോ ഉണ്ട്, ഒരറിവുണ്ട്. എന്തറിവാണ്? ഏലിയാവ് മാറ്റപ്പെടും. അതിനകത്ത് വലിയ കാര്യമൊന്നും ഇവര് കാണുന്നില്ല അല്ലേ? കുറച്ചുകൂടെ നമുക്ക് ഫ്രീഡം ആകാം. സാധാരണ പോയി കിട്ടാമെങ്കിൽ നമ്മളെ കളരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്തോത്രം. അപ്പൊ ഇവരും അറിഞ്ഞു ഏലിയാവ് എന്ത് ചെയ്യാൻ പോകുകയാ?
മാറ്റപ്പെടാൻ പോകുക. അവര് ചോദിക്കുക, എലീശ നീ എന്തിനാ ഈ പുള്ളിയുടെ പുറകെ നടക്കുന്നത്? പുള്ളി എന്ത് ചെയ്യും? പിന്നെ ആരുമില്ലാത്ത ഒരാളെ പോലെ ഇപ്പം വാക്കാൽ പറഞ്ഞ ചുമതലയെങ്കിൽ ഏറ്റെടുത്താല് അനുസരിക്കാൻ രണ്ടുപേരെ, അല്ല പിന്നെ പറയാനും ചുമതല ഏൽപ്പിക്കാനും പോലും ആരും. അതുകൊണ്ട് നീ എന്തിനാ വെറുതെ ഈ പുള്ളിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നേ എന്ന് അവര് ചോദിക്കുക. വായിച്ചാട്ടെ. അതിനവൻ, അതെ ഞാൻ അറിയുന്നു, യെസ്, അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഒരറിവ് എനിക്കുണ്ട്. എന്താണ് അറിവ്? എന്നെ ആരാണ് വിളിച്ചിരിക്കുന്നത്? എന്നെ എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്? എന്നെ എവിടെ നിർത്താനാണ് ദൈവത്തിന്റെ പദ്ധതി? അതെവിടാണ് ആ ശുശ്രൂഷ ആരംഭിക്കുന്നത്? അതെവിടാണ് ഞാൻ ചെയ്യേണ്ടത് എന്നെ ആകെ തന്നെ വിളിച്ച ദൈവം എഴുതിയിട്ടിട്ടുണ്ട്. ലോകം മുഴുവൻ ഇളകിയാലും ആരെല്ലാം എതിര് നിന്നാലും അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിരാശയുടെ വാക്ക് പറഞ്ഞ്, സംശയിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ്, അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് പിടിച്ചിരുത്താൻ നോക്കുന്ന സക ശിഷ്യന്മാർക്ക് പറയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പേ. എന്നെ കുറിച്ചുള്ള വിളിയും തെരഞ്ഞെടുപ്പും എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഏലിയാവ് അവനോട്, എലീശ നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും. അവർക്കും എന്തോ കിട്ടി? ഈ മെസ്സേജ് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് മെസ്സേജ് ഏലിയാവ് ഈ സ്ഥലങ്ങളെല്ലാം ചെന്ന് ഒരുപക്ഷെ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രസംഗമാണ് ഇത്. ഇത് കഴിയുമ്പോൾ കർത്താവ് എന്നെ എന്ത് ചെയ്യും? എടുക്കും. ആമേൻ, സ്തോത്രം. ഇതെല്ലാം കേട്ടിട്ട് ഇവർക്ക് ഒരു വിഷയവും ഇല്ല. നെവർ മൈൻഡ് ആയിട്ട് ഇവരിയ്ക്കുക. അവരും ചോദിക്കുകയാണ്, വെറുതെ എന്തിനാ നീ ആമേൻ സ്തോത്രം ഇവന്റെ പിന്നാലെ നടക്കുന്നത്? അവൻ എടുത്തുകൊള്ളപ്പെടും എന്ന് ചോദിക്കുമ്പോഴും തന്റെ വിളിയെ കുറിച്ച് ഉറപ്പുള്ളവനായി ഏലിയാവിനെ അനുഗമിക്കുന്ന എലീശ. അതെ ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എന്നെ എവിടെ അയക്കുന്നു? യോർദാനിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു. അതിലും അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. ഇവരിറങ്ങി യാത്ര ചെയ്യുമ്പോൾ അവൻ പുറകെ ഒരു 50 പേര് കുറച്ചു പേരോട് ഇങ്ങനെ 50 പേര് കുറച്ചു ഭാഗം ഇങ്ങനെ പുറകെ നടന്നു വന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഇങ്ങനെ അക്കരെ കടന്ന് മുൻപോട്ട് രണ്ടുപേരും കൂടെ നീങ്ങുകയാണ്. അവൻ എതിർവശത്ത് നിന്നുകൊണ്ട് ഇവരെല്ലാം കാണുകയാണ്. കണ്ണു മറയുന്നത് വരെയും നോക്കി നിന്നു ടാറ്റ പറഞ്ഞു. ഏലിയാവും എലീശയും യോർദാൻ കടന്ന് മുൻപോട്ട് നീങ്ങുമ്പോൾ ഒരു ചോദ്യം, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. ഇത്ര വർഷമായി കൂടെ നടക്കുന്നു. അവൻ ചോദിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി ഏലിയാവ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ മുമ്പിൽ ഒരു അവസരം വെളിപ്പെട്ടു വന്നു. ഭൗതികമായി നന്മ പ്രാപിപ്പാനല്ല, അവൻ ചിലത് വെട്ടിപ്പിടിക്കാനല്ല, ചിലത് കൈവശമാക്കാനല്ല. പ്രത്യേക ആവശ്യം ഒന്നേ ഉള്ളൂ, ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ചോദിച്ചത് ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഉത്തരം, അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഉത്തരം പ്രയാസമുള്ള. കേട്ടപ്പോൾ നിരാശ തോന്നാൻ സാധ്യതയുണ്ട്. എലിയ പറയാണ്, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ.
എന്നാ അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നു. പ്രയാസമുള്ള കാര്യം എന്ന് പറയാൻ കാര്യം എന്നാ? എന്റെ ചിന്തയെ ഓർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളത്. നിന്റെ വിളി എന്താ? നിന്റെ മേലുള്ള വിളി പ്രവാചകൻ എന്നിരിക്കെ തന്നെ എനിക്ക് പകരം നിൽക്കാനാണ് വിളി, അല്ലേ? എന്റെ ശുശ്രൂഷ കഴിയുമ്പോ എനിക്ക് പകരം നിൽക്കാനാണ് നിന്റെ വിളി. എനിക്ക് പകരം നിൽക്കുന്നവന്റെ മേൽ എന്ത് മതി? എന്റെ മേലുള്ളത് മതി. പക്ഷെ ഏലിശ അവിടെ നിന്ന് ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യം. അതുകൊണ്ട് എന്റെ മേലുള്ളതിന്റെ ഇരട്ടി ചോദിക്കുമ്പോൾ തരിക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. സ്വർഗം മനസ്സലിഞ്ഞ, സ്വർഗം കരുണ കാണിച്ച, നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ് എങ്കിലും ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോ നീ കാണുമെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ആത്മദൈവത്താൽ വീണ്ടും എലിയ പറയാണ്, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്ത് ചെയ്യണം? കാണുന്നുവെങ്കിൽ. എപ്പോ എടുത്തുകൊള്ളപ്പെടും അറിയത്തില്ല, എങ്ങനെയായിരിക്കും സാഹചര്യമെന്നും അറിയത്തില്ല. പക്ഷേ ഇത് കണ്ടെങ്കിലേ വല്ലോ. അതുകൊണ്ട് അടുത്ത നിമിഷം തുടങ്ങി ഏലിശയുടെ ശ്രദ്ധ മുഴുവൻ ആരാ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഗുരുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഓരോ സ്റ്റെപ്പും വെക്കുകയാ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ ആവശ്യം അവന്റെ മുമ്പിൽ ഇറക്കി വെക്ക. അവൻ കരുണയുള്ളവനാണ്, അവൻ ധനവാനാണ്. തങ്ങൾ ഏകാഗ്രശക്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ധനവാനെന്ന് കാണിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം ഒരു പുതിയ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ അങ്ങനെ കാണുമെങ്കിൽ നിനക്ക് അങ്ങനെ ഭവിക്കുമെന്ന് പറഞ്ഞ് ഗുരുവിന്റെ വാക്ക് കേട്ട ഏലിയാവിന്റെ മുഴുവൻ ശ്രദ്ധയും, സ്തോത്രം, ഏലിശയുടെ മുഴുവൻ ശ്രദ്ധയും ഏലിയാവിന്റെ മേൽ കേന്ദ്രീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധയോടെ വീണ്ടും മുൻപോട്ട് നീങ്ങുമ്പോ പ്രകൃതിയാകെ മാറി. പ്രൈസ് ദി ലോർഡ്. വായു ചലിക്കാൻ തുടങ്ങി, കാറ്റായത് മാറി. ആ കാറ്റൊരു ചുഴലിയായി മാറുകയാണ്. ഒരുപക്ഷെ മേഘം എല്ലാം ഇരുണ്ടു മൂടി കാണും. ഇങ്ങനെ കാറ്റടിക്കാൻ തുടങ്ങി ഒരു ചുഴലിയായി വെളിപ്പെടുമ്പോ ഏലിശ ഒന്ന് കാണുന്നു. ഉയരത്തിൽ നിന്ന് ഒരു അഗ്നിഗോളം താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി 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 വന്ന് ഏലിയാവ് നിൽക്കുന്ന ഇടത്തേക്ക് അത് ലാൻഡ് ചെയ്തു. വ്യക്തമായി ഏലിശ കണ്ടു, ഇത് സ്വർഗത്തിലെ തീക്കുതിരയാണ്, ഇത് സ്വർഗത്തിലെ തീരഥമാണ്. അത് ഇറങ്ങി വന്ന് ഏലിയാവിന്റെ ചാരത്ത് നിന്നിട്ട് ആ ചുഴലിക്കാറ്റ് പൊക്കിയെടുത്ത് ഏലിയാവിനെ തീരഥത്തിനകത്തേക്ക് വെച്ച് അവിടുന്ന് തിരിച്ചു വീണ്ടും ഉയരുമ്പോ ഒറ്റ നിലവിളി, ഇസ്രായേലിന്റെ തേരുള്ളവരെ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രഥത്തിനകത്തു നിന്ന് ഇതാ ഒന്ന് താഴേക്ക് ഇറങ്ങി.
ഒന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. എന്താ ഇറങ്ങി വരുന്നേ? ഇറങ്ങി വരുന്നേ എലിയാവിന്റെ പുതപ്പ്. ഏലിയാവിന്റെ പദം. പക്ഷെ ഇതിലിപ്പോ ഒരു വ്യത്യാസമുണ്ട്. എത്രയോ പ്രാവശ്യം സോപ്പോ കാരൊക്കെ അലക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? കൂടെയുള്ള ബാല്യക്കാരൻ ശിഷ്യൻ എന്ന നിലയില് ഏലിയാവിന്റെ ഈ പദത്ത് പലയാവർത്തി ഒരു പക്ഷേ ആരലക്കിയിട്ടുണ്ട്, പലയാവർത്തി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് കൈകാര്യം ചെയ്ത ഒന്നല്ല ഈ ഇറങ്ങി വരുന്നത്. ഇതിനൊരു വ്യത്യാസമുണ്ട്. ഇതിനെന്താ വ്യത്യാസം? ഇതും തീരഥത്തെ കയറിയതാ. ഇതും തീരഥത്തെ കയറിയതാ. എന്റെ ഭാഷ പറഞ്ഞാൽ സ്വർഗത്തില് തീ പിടിച്ച പദപ്പ ഇറങ്ങി വരും. ഏതളവിൽ സ്വർഗം കണ്ടിരിക്കുന്നു, അതിനൊരു സമയമുണ്ട്, അതിനൊരു അഭിഷേകമുണ്ട്. അത് നീ പ്രാപിച്ചു കഴിയുമ്പോ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഏലിയാവിനോടൊപ്പം നിന്നെ ഇരുത്തിയിരിക്കുന്നത് ചിലർ പ്രാപിക്കാൻ വേണ്ടിയാണ്, ചിലർ പഠിക്കാൻ വേണ്ടിയാണ്, ചിലർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാലത്ത് നീ അമർന്നിരുന്നു കൊള്ളുക. സ്വർഗത്തിലൂടെ ഇരട്ടിപ്പാകില്ല. എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? ഏലിയാവ് കണ്ടതുപോലെ ഉയരത്തിൽ ഇറങ്ങി വരുന്ന ആ പുതിയ പുതപ്പ് ഏലീശ കണ്ടതുപോലെ കരമുയർത്തി അതിനെ പിടിച്ചെടുത്തതുപോലെ പുതിയതൊന്ന് പ്രാപിക്കുക എന്നെ സമർപ്പിക്കുന്നു. പഴയതിനെ വലിച്ചു കീറുക, പഴയതിനെ വലിച്ചു കീറുക. Subir